ആകെ ഒരു 10 ടോയ്ലറ്റേ ഉള്ളൂ. 10 ടോയ്ലറ്റിൻ്റെ പണി തുടങ്ങിയത് 3 വർഷമായി, ഇതുവരെ തീർന്നിട്ടില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഏത് നിമിഷവും എന്തായാലും വലിയ മണ്ഡപത്തിൻ്റെ മണ്ടേ കൂടെ വീഴാൻ സാധ്യതയുണ്ട്. വർക്കല പാപനാശത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് നിർമ്മാണ പ്രവൃത്തിയോടനുബന്ധിച്ചാണ് JCB ഉപയോഗിച്ച് സംരക്ഷിത കുന്നുകളിടിച്ചത്. ആധുനിക രീതിയിൽ പാപനാശത്ത് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിനോട് ചേർന്നുള്ള മുൻഭാഗം തറ ലെവൽ ചെയ്യുന്നതിന് കൂടുതൽ മണ്ണ് വേണമെന്നിരിക്കെ പുറമേ നിന്നും മണ്ണെത്തിക്കുന്നതിന് പകരം തൊഴിലാളികൾ കുന്നിന്റെ ഒരു ഭാഗം JCB ഉപയോഗിച്ച് ഇടിക്കുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് കുന്നിടിക്കുന്നത് തടഞ്ഞു. കുന്നിടിഞ്ഞ് സമീപത്തെ ബലിമണ്ഡപത്തിന് മുകളിലേക്ക് വീഴാനും അപകടം സംഭവിക്കുവാനും സാധ്യത ഏറെയാണെന്ന് വാർഡ് കൗൺസിലറും നാട്ടുകാരും പറയുന്നു. 2021 പണി തുടങ്ങിയാണ്, ഇപ്പോൾ ഏതാണ്ട് 3 വർഷം ആവുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള മല ഇടിച്ച് നിരത്തുന്ന JCB കൊണ്ട് ഇടിച്ച് നിരത്തുന്നതായിട്ട് ഇവിടുത്തെ ശ്രീജി ഉൾപ്പെടെയുള്ള നാട്ടുകാരെ വിളിച്ച് അറിയിച്ചത് പ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പം കറക്റ്റാണ്. നല്ല രീതിയിൽ മല ഇടിച്ചിട്ടുണ്ട്, JCB വെച്ച് തന്നെ അവരെ ഇടിച്ചിട്ടുണ്ട്. അത് അവിടെ ഫില്ല് ചെയ്യാനെന്നുള്ള ഒരു കാരണമാണ് അവർ പറയുന്നത്. പക്ഷേ അത് എന്തായാലും അവിടെ ആ ഇടിച്ച് കുറച്ചും കൂടി പ്രദേശം ഒന്ന് വലുതാക്കാനുള്ള ഒരു ശ്രമം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയാണ് നമ്മുടെ ബലിമണ്ഡപത്തിന് തൊട്ട് മുകളിലാണ് ഈ മല ഇവർ ഇടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇടിഞ്ഞ് ബലിമണ്ഡപത്തിൽ വീഴുമെന്നുള്ളൊരു ഭയം പണ്ട് നേരത്തെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് ആ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അവരിപ്പം ഇടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് വന്നത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പോലീസിലും അറിയിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അവർ AE വന്നു. ഇപ്പോൾ അത് അവർ നിർത്തിയെങ്കിലും അതിനെതിരെ എന്താണ് നടപടി എന്നുള്ളത് ആലോചിച്ച് എടുക്കും. ഇപ്പം എന്തായാലും പണി നിർത്തി വെച്ചിരിക്കുകയാണ്. നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറും പോലീസും സ്ഥലത്തെത്തി കുന്നിടിക്കുന്ന പ്രവൃത്തികൾ നിർത്തിവെപ്പിച്ചു. എടുത്ത് ചോദിച്ചു, മേശേരി പറയുന്നത് നെയ്യാറ്റിങ്കരയുള്ളൊരു എഞ്ചിനീയറാണ്. അപ്പം പുള്ളിക്കാരനെ ഫോണിൽ വിളിച്ചപ്പോൾ പുള്ളി ഈ മേശേരിയാണ് പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞ കുഴപ്പമില്ല, അവിടെ നിന്നുള്ള മണ്ണ് പുറത്തോട്ട് കൊണ്ട് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് മല ഇടിക്കാം എന്നുള്ളതാണ്, കേസൊന്നും വരില്ല എന്നാണ് പുള്ളിക്കാരൻ മേശരിക്ക് കൊടുത്ത നിർദ്ദേശം. അപ്പോൾ അതെന്താണെന്ന് പുള്ളി അങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇത് നമ്മുടെ നാട്ടുകാരെല്ലാം സഫലമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. AE വന്നു സംസാരിച്ചു, അങ്ങനെ പണി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. മല അവർ ചെത്തി ഇറക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇത് മൊത്തത്തിൽ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മല ഇടിച്ച് അവർ മാറ്റിയിട്ടുണ്ട്. 3/4 ഭാഗം. അതിൻ്റെ തൊട്ട് താഴെയിരിക്കുന്ന ബലിമണ്ഡപം ഏത് നിമിഷവും അടുത്ത മാസം മുതൽ മഴ വരും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഏത് നിമിഷവും എന്തായാലും ബലിമണ്ഡപത്തിൻ്റെ മണ്ടേ കൂടെ വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർ പറയുന്നത് പറഞ്ഞാൽ അവരത് കോൺക്രീറ്റിൽ കെട്ടി ലെവൽ ചെയ്ത് നിർത്തും എന്നാണ് പറയുന്നത്. എത്രത്തോളം അത് ശാശ്വതമാകുമെന്ന് എനിക്കറിയില്ല. കാര്യം ഇതിപ്പോൾ ഈ ബിൽഡിങ് 3 വർഷമായിട്ട് തുടങ്ങിയ പണിയാണ്. ആകെ ഒരു 10 ടോയ്ലറ്റേ ഉള്ളൂ. 10 ടോയ്ലറ്റിൻ്റെ പണി തുടങ്ങിയത് 3 വർഷമായി, ഇതുവരെ തീർന്നിട്ടില്ല. ഇടിച്ച ഭാഗം അപകടം ഒഴിവാക്കുന്നതിനായി കോൺക്രീറ്റ് സൈഡ് വാൾ കെട്ടി ബലപ്പെടുത്തുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. 2021 ആരംഭിച്ച നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഭാരത് വിഷൻ, വർക്കല.